ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമ. ഏവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ഇന്നത്തെ അധ്യായം ആരംഭിക്കുകയാണ്. ഇന്ന് പാരായണം ചെയ്യുന്നത്, അർത്ഥം അവതരിപ്പിക്കുന്നതും 8ാമത്തെ ദശകമാണ്. 8ാമത്തെ ദശകം പ്രളയവും സൃഷ്ടിയും എന്നതാണ്. ഇന്നത്തെ ഈ അധ്യായം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറെ ബഹുമാനപ്പെട്ട അയ്യർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്വന്തരയെ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്ഥമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി പാതാലയവാസവിഷ്ണു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ 8ാമത്തെ ദശകത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പായിട്ട് 7ാമത്തെ ദശകം മുഴുവൻ വായിക്കാം. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനഃ തസ്യോർത്ഥം ഖലു സത്യലോകനിലയേ ജാതോസി ദാതാ സ്വയം. യം സംസന്തി ഹിരണ്യഗർഭമഖില ത്രൈലോക്യ ജീവാത്മകം യോ ഭൂസ്ഫീതരജോ വികാര വികസന്നാസി അനാസി സൃഷ്ടാസരസഃ സ്വയം വിശ്വവിസർഗദത്ത ഹൃദയഃ സംപശ്യമാന സ്വയം ബോധം ഖൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തത്തിവാൻ താവത്വം ജഗദാംപതേ തപതപേത്യേവം ഹി വൈഹായസീം വാണി മേ നമശ്രിവഃ ശ്രുതിസുഖാം പൂർവം തവ പ്രേരണാം. കോസോ മാമവദത് പുമാനിധി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു വിശ്യ കിമപി നിശ്ചിതവതാ വാക്യാത് ഉത്പശ്യത ദിവ്യം വർഷസഹസ്രമാത തപസാ തേന ത്വമാരാധിത തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകോദ്ഭുതം. മായാ യത്ര കദാപി നോ വികരുതേ ബാലേ ജഗദ്യോഭിഃ ശോകക്രോധ വിമോഹ സാധു സമുഖാ ഭാവാസ്തു ദൂരം ഗതാഃ. സാന്ദ്രാനന്ദച്ഛരി സ യത്ര പരമ ജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയത്തെ വൈകുണ്ഠരൂപം വിഭോ. യസ്മിന്നാമ ചതുർഭുജാം ഹരിമണി ശ്യാമാവതാരദ്വിഷോ നാനാഭൂഷണ രത്നദീപിത ദിശോ രാജദ്വിമാനാലയാഃ. ഭക്തിപ്രാപ്ത തഥാ വിദോന്നോദപതാ ദിവ്യന്തി ദിവ്യാജനാ തത്തേ ധാമ നിരസ്ത സർവം സമലം വൈകുണ്ഠരൂപം ജയേത്. നാനാ ദിവ്യവധൂജനേ ഹി അഭിവൃത വിദ്യുല്ലതാ തുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്ര നിലയാം ഗാത്രലതയാം വിദ്യോദിതാശാന്തരാ ത്വത്പാദാംബുജ സൗരഭ ഏക കുതൂകാലക്ഷ്മി സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യ വിഭവം തത്തേ പദം ദേഹി മേ. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസന്യഥാസ്ഥിതം വാസ്വത്കോടിലസത് കിരീട കടകാതി ആകൽപതി പ്രാകൃതി. ശ്രീവത്സാങ്കിതമൗക്തിക കൗസ്തുഭമണി ഛായാരുണം കാരണം വിശ്വേഷാന്തവരൂപമൈക്ഷത വിധിസ്തത്തേ വിബോധാതു മേ. കാലംബോദയ കലായ കോമള രുചി ചക്രേണ ചക്രം ദിശ ആവൃണ്വാനമുദാര മന്ദഹസിത സന്തപ്രസന്നാനനം. രാജത് കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സൃഷ്ടതുഷ്ടികരം അഭുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേ. ദൃഷ്ട്വാ സംവൃത സംഭ്രമഃ കമലഭൂസ്ത്വത്പാദപാദോരുഹേ ഹർഷാവേശവശംപദോ നിപതിതഃ പ്രീത്യാകൃതാർത്ഥീ ഭവൻ. ജ്ഞാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തഥാ പാദയ. ദ്വൈതാദ്വൈത ഭവത്സ്വരൂപം പരമിത്യാചഷ്ടതം ത്വാം ഭജേ. താതംബ്രേ ചരണേ വനം രമതം ഹസ്തേന ഹസ്തേ സ്പൃശന്ന ബോധസ്തേ ഭവിധാന സർഗ വിധിഭിഃ വിധിർബന്ധോപി ജഞ്ജായത്തെ. ഇതാ ഭാഷ്യഗിരം പ്രദോഷ നിതരാം തച്ചിത്തഗൂഢ സ്വയം സൃഷ്ടം തം സമുദൈരയഃ സ ഭഗവന്നുല്ലാസയോല്ലാഘതാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇപ്പൊ നമ്മള് 8ാമത്തെ ശ്ലോകം വായിക്കുകയാണ്. പ്രളയവർണ്ണനം, ജഗത് സൃഷ്ടി പ്രകാര വർണ്ണനം. ബ്രഹ്മാവ് ഭൂലോകത്തിനെ സൃഷ്ടിക്കാൻ പോവാണ്, ജനങ്ങളെയൊക്കെ സൃഷ്ടിക്കാൻ പോവാണ്. അതിന്റെ തുടക്കമാണ് നമ്മളിപ്പോ വായിക്കുന്നത്.
ആത്മസ്വരൂപമാണ്. വിഷ്ണുവിന്റെ ആത്മസ്വരൂപം തന്നെയാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവ് എന്ന് പ്രത്യേകമായിട്ടൊന്നുമില്ല. വിഷ്ണു തന്നെയാണ് ബ്രഹ്മാവ്, ബ്രഹ്മാവ് തന്നെയാണ് ശിവൻ. എല്ലാവരും ഒന്ന് തന്നെയാണ്. പക്ഷെ അങ്ങയുടെ ഒരു പ്രത്യേക രൂപമാണ്, പ്രത്യേക തരത്തിലാണ് ബ്രഹ്മാവ്. അങ്ങയുടെ തന്നെ ആത്മാവിൽ തന്നെ ലയിച്ച ആളാണ്. പക്ഷെ അത് പ്രത്യേക രൂപത്തിൽ വരുന്നു എന്ന് മാത്രം. ആ ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യാൻ പോവാണ്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് വായിക്കുന്ന ശ്ലോകങ്ങളുടെ സാരാംശം. ആദ്യത്തെ ശ്ലോകം വായിക്കാം. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തെ ബ്രാഹ്മേ കൽപ്പേ ह्यादिमे ലബ്ധജന്മാ ബ്രഹ്മാ ഭൂയസ്തത്തയേവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. ഏവം താവത പ്രാകൃത പ്രക്ഷയാന്തെ ബ്രാഹ്മേ കൽപ്പേ ह्यादिमे ലബ്ധജന്മാ ബ്രഹ്മാ ഭൂയസ്തത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തെ ബ്രാഹ്മേ കൽപ്പേ ह्यादिमे ലബ്ധജന്മ ബ്രഹ്മാ ഭൂയ ത്വത്ത ഏവാപ്യ വേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തെ ബ്രാഹ്മേ കൽപ്പേ ह्यादिमे ലബ്ധജന്മ ബ്രഹ്മാ ഭൂയ ത്വത്ത ഏവാപ്യ വേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. ഇപ്രകാരം മഹാപ്രളയത്തിന്റെ അവസാനത്തിൽ ആദ്യത്തിൽ ഭവിച്ച ബ്രഹ്മകൽപ്പത്തിൽ തന്നെ ജനിച്ചവനായ ബ്രഹ്മാവ് വീണ്ടും അങ്ങയിൽ നിന്ന് തന്നെ വേദങ്ങളെ പ്രാപിച്ച് മുമ്പിലത്തെ കൽപ്പത്തിനെ പോലെ പ്രപഞ്ച സൃഷ്ടിയെ ചെയ്തു. ഒരു കൽപ്പം കഴിഞ്ഞാൽ എല്ലാം പ്രളയമാണ്. അപ്പൊ പഴയ കൽപ്പത്തിൽ ചെയ്തതൊക്കെ ബ്രഹ്മാവ് വീണ്ടും ചെയ്യുകയാണ്. ഒരു കൽപ്പം കഴിഞ്ഞാൽ എല്ലാം പ്രളയമാണ്. പ്രളയത്തിൽ അവസാനമുള്ളത് മഹാവിഷ്ണു മാത്രം. അങ്ങനെ ആദ്യമായിട്ട് ബ്രഹ്മാവിനെ ജനിപ്പിക്കുകയാണ്. ആ ബ്രഹ്മാവാണ് മറ്റേ സൃഷ്ടികളൊക്കെ ചെയ്യുന്നത്. അതിനെയാണ് തുടക്കം പോലെ. അപ്പൊ കഴിഞ്ഞ കൽപ്പത്തിൽ ചെയ്തതുപോലെ ഈ കൽപ്പത്തിൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തെ ബ്രാഹ്മേ കൽപ്പേ ह्यादिमे ലബ്ധജന്മേ ബ്രഹ്മാ ഭൂയസ്ത്വത്ത ഏവാപ്യ വേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. ഇപ്രകാരം മഹാപ്രളയത്തിന്റെ അവസാനത്തിൽ ആദ്യത്തിൽ ഭവിച്ച ബ്രഹ്മകൽപ്പത്തിൽ തന്നെ ജനിച്ചവനായ ബ്രഹ്മാവ് വീണ്ടും അങ്ങയിൽ നിന്ന് തന്നെ വേദങ്ങളെ പ്രാപിച്ച്, തപസ്സൊക്കെ ഇരുന്നതിൽ 1000 കൊല്ലം തപസ്സൊക്കെ ഇരുന്ന് വേദങ്ങളെ പ്രാപിച്ച് മുമ്പിലത്തെ കൽപ്പത്തിൽ എന്ന പോലെ തന്നെ പ്രപഞ്ച സൃഷ്ടിയെ ചെയ്തു. അടുത്ത ശ്ലോകം. സ്വയം ചതുർയുഗ സഹസ്രമിത്യാനഹാനി താവന്മിതാചരജനീഃ ബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈഃ നൈമിത്തക പ്രളയമാഹുരുതോസ്യ രാത്രിം. സ്വയം ചതുർയുഗ സഹസ്രമിത്യാന്യഹാനി താവന്മിതാച്ച രജനീഃ ബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈഃ നൈമിത്തക പ്രളയമാഹുരുതോസ്യ രാത്രിം. സ്വയം ചതുരാഗ്രസഹസ്രമിത്യാന്നഹാനി താവന്മിതാച്ച രജനീഃ ബഹുശോ നിനായ നിദ്രാസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈഃ നൈമിത്തിക പ്രളയം ആഹുർദോസ്യ രാത്രിം. സഹ, സ്വയം എന്ന് പറയുമ്പോൾ സഹ അയം ചതുർയുഗ സഹസ്രമിതാനി അഹാനി, ചതുർയുഗ സഹസ്രമിതാനി അഹാനി താവത് മിതാഹ ച രജനീഃ ബഹുശഃ നിനായാം. നിദ്രാദി അസൗ, നിദ്രാത്യസൗ എന്ന് പറയുന്നത് നിദ്രാദി അസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈഃ. നിദ്രാദി അസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈഃ നൈമിത്തിക പ്രളയം ആഹുരുതോസ്യ രാത്രിം. നൈമിത്തിക പ്രളയം ആഹുരുതോ അധഃ അസ്യ രാത്രിം. ആഹു അധ അസ്യ രാത്രിം. സ്വഹ അയം ചതുർയുഗ സഹസ്ര മിതാനി അഹാനി താവത് മിതാഹ ച രജനീഃ ബഹുശഃ നിനായ. നിദ്രാദി അസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈഃ നൈമിത്തിക പ്രളയം ആഹുഃ അധഃ അസ്യ രാത്രിം. സ്വയം ചതുർയുഗ സഹസ്രമിതാന്യഹാനി താവന്മിതാച്ച രജനീഃ ബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈഃ
നൈമിത്തിക പ്രളയമാഹുരുദോസ്യ രാത്രി. ഇതിന്റെ അർത്ഥം എന്താണെന്ന് പറയാം. ആ ബ്രഹ്മദേവൻ 1000 ചതുരയുഗ കാലം കൊണ്ട് ഗണിക്കപ്പെട്ട പകലുകളെയും അത്രയും തന്നെ കാലം കൊണ്ട് കണക്കാക്കപ്പെട്ട രാത്രികളെയും വളരെ കഴിച്ചുകൂട്ടി. ആ ബ്രഹ്മദേവൻ 1000 ചതുരയുഗ കാലം കൊണ്ട് ഗണിക്കപ്പെട്ട പകലുകളെയും അത്ര തന്നെ കാലം കൊണ്ട് കണക്കാക്കപ്പെട്ട രാത്രികളെയും വളരെ കഴിച്ചുകൂട്ടി. ഇദ്ദേഹം തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ചരാചരങ്ങളോടുകൂടി അങ്ങയിൽ ലയിച്ചിട്ട് നിദ്ര ചെയ്യുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ നിദ്രാസമയമായ രാത്രിയെ നൈമിത്തിക പ്രളയം എന്ന് പറയുന്നു. ആ ബ്രഹ്മദേവൻ 1000 ചതുരയുഗ കാലം കൊണ്ട് ഗണിക്കപ്പെട്ട പകലുകളെയും അത്ര തന്നെ കാലം കൊണ്ട് കണക്കാക്കപ്പെട്ട രാത്രികളെയും വളരെ കഴിച്ചുകൂട്ടി. ഇദ്ദേഹം തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ചരാചരങ്ങളോടുകൂടി അങ്ങയിൽ ലയിച്ചിരിക്കുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ നിദ്രാസമയമായ രാത്രിയെ നൈമിത്തിക പ്രളയം എന്ന് പറയും. ഒരു കൽപ്പം കഴിഞ്ഞാൽ പ്രളയമാണ് നൈമിത്തിക പ്രളയം. അത് കഴിഞ്ഞാൽ പിന്നെയും അടുത്ത കൽപ്പം തുടങ്ങാറായി. അപ്പൊ കൽപ്പത്തില് 1000 ചതുരയുഗങ്ങൾ ഉണ്ടാവും. ഒരു ചതുരയുഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ത്രേതായുഗം, ദ്വാപരയുഗം, കൃതായുഗം, ത്രേതായുഗം, കൃതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അപ്പൊ ഇങ്ങനെ ഒരു ചതുരയുഗം, ഇങ്ങനെ 1000 ചതുരയുഗം. അതിനെയാണ് 14 മന്വന്തരങ്ങളായിട്ട് പറയുന്നത്. അപ്പൊ ഇതിനെയാണ്, അതൊക്കെ പിരിച്ചിനി വരുന്നുണ്ട്, നമുക്ക് പറയാം. പക്ഷെ ഭാഗവതത്തിൽ വിവരമായിട്ട് പറയുന്നുണ്ട്. നാരായണ ഭട്ടർ ഒരുപാട് ചുരുക്കി ഇതൊക്കെ പറയും. അപ്പോ ആ ബ്രഹ്മദേവൻ 1000 ചതുരയുഗ കാലം കൊണ്ട് ഗണിക്കപ്പെട്ട പകലുകളെയും അത്ര തന്നെ കാലം കൊണ്ട് ഗണിക്കപ്പെട്ട രാത്രികളെയും വളരെ കഴിച്ചുകൂട്ടി. ഇദ്ദേഹം തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ചരാചരങ്ങളോടുകൂടി അങ്ങയിൽ ലയിച്ചിട്ട് നിദ്ര ചെയ്യുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ നിദ്രാസമയമായ രാത്രിയെ നൈമിത്തിക പ്രളയം എന്ന് പറയുന്നു. ബ്രഹ്മാവിന്റെ ഉറക്ക സമയം ആണ് പകൽ, രാത്രി. ആ സമയമാണ് നമ്മുടെ നൈമിത്യ പ്രളയത്തിലാണ്, എല്ലാം വെള്ളമാണ്, പ്രളയത്തിലാണ് കിടക്കുന്നത്. അതാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ കൂടി നാരായണ ഭട്ടതിരിപ്പാട് അവതരിപ്പിക്കുന്നത്. മൂന്നാമത്തെ ശ്ലോകം വായിക്കാം. അസ്മാദൃശാം പുനഃമുഖകൃത്യതുല്യാം അസ്മാദൃശാം പുനഃമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സ ഭവത്പ്രസാദാത്. അസ്മാദൃശാം പുനഃമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സ ഭവത്പ്രസാദ്. പ്രാഗ്ബ്രാഹ്മകൽപ്പജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധന സമാസ്തി തഥാപി സൃഷ്ടി. അസ്മാദൃശാം പുനഃമുഖകൃത്യതുല്യാം അസ്മാദൃശാം പുനഃമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോതി അനുദിനം സ ഭവത്പ്രസാദാത്. അസ്മാദൃശാം പുനഃമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോതി അനുദിനം സ ഭവത്പ്രസാദാത്. പ്രാഗ് ബ്രാഹ്മ കൽപ്പജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധന സമസ്തി തഥാ വിസൃഷ്ടി. അസ്മാദൃശാം പുനഃമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സ ഭവത്പ്രസാദാത്. പ്രാഗ്ബ്രാഹ്മകൽപ്പജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധന സമസ്തി തഥാ വിസൃഷ്ടി. ഇതിനെ പിരിച്ചു പറയുകയാണെങ്കിൽ അസ്മാദ് ദൃശാം പുനഃ അഹർമുഖ കൃത്യ തുല്യാം സൃഷ്ടിം കരോതി അനുദിനം സ ഭവത് പ്രസാദാത്. പ്രാഗ് ബ്രാഹ്മ കൽപ്പ ജനുഷാം ച പരായുഷാം തു പ്രാഗ് ബ്രഹ്മ കൽപ്പ ജനുഷാം ച പരായുഷാം തു സുപ്ത പ്രബോധന സമ അസ്തി തഥാ വിസൃഷ്ടി. അസ്മാദ് ദൃശാം പുനഃമുഖകൃത്യ തുല്യാം സൃഷ്ടിം കരോതി അനുദിനം സ ഭവത് പ്രസാദാത്. പ്രാഗ് ബ്രാഹ്മ കൽപ്പ ജനുഷാം ച പരായുഷം തു സുപ്ത പ്രബോധന സമാസ്തി തഥാ വിസൃഷ്ടി. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് ചേർത്ത് വായിക്കുമ്പോൾ അസ്മാദൃശാം പുനഃമുഖകൃത്യ തുല്യാം സൃഷ്ടിം കരോത്യനുദിനം സ ഭവത് പ്രസാദാത്. പ്രാഗ്ബ്രാഹ്മകൽപ്പജനുഷാം ച പരായുഷം തു സുപ്ത പ്രബോധന സമാസ്തി തഥാ വിസൃഷ്ടി. ആ സൃഷ്ടാവ് പിന്നീട് ഞങ്ങളെ പോലുള്ളവരുടെ പ്രഭാതകൃത്യങ്ങൾക്ക് തുല്യമായ പ്രപഞ്ച സൃഷ്ടിയെ ദിവസവും തോറും അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നു. ആ സൃഷ്ടാവ് പിന്നീട് ഞങ്ങളെ പോലെയുള്ളവരുടെ പ്രഭാതകൃത്യങ്ങൾക്ക് തുല്യമായ പ്രപഞ്ച സൃഷ്ടിയെ ദിവസം തോറും അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ചെയ്യുന്നു. മുമ്പുള്ള ബ്രഹ്മകൽപ്പത്തിൽ ജനിച്ചവർക്കും ദീർഘായുസുകളായ കാർക്കണ്ഡയാദികൾക്കും അപ്പോഴുള്ള സൃഷ്ടിയാവട്ടെ
ഉണരുന്നതോടുകൂടി തുല്യമായി ഭവിക്കുന്നു. ആ സൃഷ്ടാവ് പിന്നീട് ഞങ്ങളെ പോലെയുള്ളവരുടെ പ്രഭാതകൃത്യങ്ങൾക്ക് തുല്യമായ പ്രപഞ്ച സൃഷ്ടിയെ ദിവസം തോറും ചെയ്തു. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ചെയ്യുന്നു. മുമ്പുള്ള ബ്രഹ്മകൽപ്പത്തിൽ ജനിച്ചവർക്കും ദീർഘായുസുകളായ കാർക്കണ്ഡയാദികൾക്കും അപ്പോഴുള്ള സൃഷ്ടിയാവത്തെ ഉറങ്ങി ഉണരുന്നതോടുകൂടി തുല്യമായി ഭവിക്കുന്നു. ഒരു കൽപ്പം കഴിഞ്ഞു, കൽപ്പാതികാലം കഴിഞ്ഞു, അടുത്ത കൽപ്പം തുടങ്ങി, ഇടയ്ക്കൊരു ഉറക്കം രാത്രി, അത് കഴിഞ്ഞ് അടുത്ത കൽപ്പം തുടങ്ങി. ഒരു കൽപ്പം എന്ന് പറഞ്ഞാൽ 1000 ചതുരയുഗം. അപ്പോൾ എങ്ങനെയാണ്, എത്ര വർഷങ്ങളാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ അതിന്റെ അർത്ഥമാണ് നമ്മൾ വായിക്കുന്നത്. ആ സൃഷ്ടാവ് പിന്നീട് ഞങ്ങളെ പോലുള്ളവരുടെ പ്രഭാതകർമ്മങ്ങൾക്ക് തുല്യമായ പ്രപഞ്ച സൃഷ്ടിയെ ദിവസം തോറും അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് ചെയ്യുന്നു. മുമ്പുള്ള ബ്രഹ്മകൽപ്പത്തിൽ ജനിച്ചവർക്കും ദീർഘായുസുകളായ കാർക്കണ്ഡയാദികൾക്കും അപ്പോഴുള്ള സൃഷ്ടിയാവട്ടെ ഉറങ്ങി ഉണരുന്നതോടുകൂടി തുല്യമായി ഭവിക്കുന്നു. അടുത്ത ശ്ലോകം. പഞ്ചാശദബ്ധമധുനാ സ്വവയോർത്ഥരൂപ ഏകം പരാർത്ഥമതിവൃത്യ ഹി വർത്തദേസോ തത്രാന്ത്യരാത്രി ജനിതാൻ കഥയാമി ബ്രൂമൻ പഞ്ചാദിനാവതരണേ ച ഭവദ്വിലാസാൻ. പഞ്ചാദശബ്ദമധുനാ സ്വവയോർത്ഥരൂപ ഏകം പരാർത്ഥമതിവൃത്യ ഹി വർത്തദേസോ തത്രാന്ത്യരാത്രി ജനിതാൻ കഥയാമി ഭൂമൻ പഞ്ചാദിനാവതരണേ ച ഭവദ്വിലാസാൻ. 50 അബ്ദം അധുനാ സ്വവയഃ അർദ്ധരൂപം. 50 അധുനാ 50 അബ്ദം 50 അബ്ദം അധുനാ സ്വവയോ അർദ്ധരൂപ ഏകം പരാർത്ഥം അതിവൃത്യ ഹി വർത്തതേ അസൗ തത്ര അന്ത്യ രാത്രി ജനിതാൻ കഥയാമി ഭൂമന് പഞ്ചാദിന അവതരണേ ച ഭവദ്വിലാസാൻ. പഞ്ചാദിന അവതരണേ ച ഭവദ്വിലാസാൻ. 50 സ്വവയോർദ്ധരൂപ ഏകം പരാർത്ഥമതിവൃത്യ ഹി വർത്തതേസൗ തത്രാന്ത്യരാത്രി ജനിതാൻ കഥയാമി ഭൂമൻ പഞ്ചാദിനാവതരണേ ച ഭവദ്വിലാസാൻ. ഇതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഈ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? തനിക്കുള്ള ആയുസിന്റെ പകുതി ഭാഗവും 50 സംവത്സര പ്രമാണവുമായ ഒരു പരാർത്ഥകാലത്തെ അതിക്രമിച്ച് സ്ഥിതി ചെയ്യുന്നു എന്നത് പ്രസിദ്ധമാണല്ലോ അല്ലേ ഭഗവൻ? അതിൽ ഒടുവിലത്തെ രാത്രിയിൽ ഉണ്ടായതും പിറ്റേന്ന് പ്രഭാവത്തിൽ സംഭവിച്ചതുമായ അങ്ങയുടെ ലീലാവിലാസങ്ങളെ ഞാൻ വർണ്ണിച്ച് പറയാം. അതായത് ഇപ്പോൾ ഈ ബ്രഹ്മദേവൻ തനിക്കുള്ള ആയുസിന്റെ പകുതി ഭാഗവും 50 സംവത്സര പ്രമാണവുമായ ഒരു പരാർത്ഥകാലത്തെ അതിക്രമിച്ച് സ്ഥിതി ചെയ്യുന്നു. ഒരു പരാർത്ഥം കഴിഞ്ഞു, അതായത് പകലിന്റെ ഒരു പകുതി കഴിഞ്ഞിരിക്കുകയാണ്, അതിക്രമിച്ച് സ്ഥിതി ചെയ്യുന്നു എന്നത് ഇപ്പോൾ നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണല്ലോ. അതിൽ ഒടുവിലത്തെ രാത്രിയിൽ ഉണ്ടായതും, അതായത് കഴിഞ്ഞ കൽപ്പത്തിന്റെ രാത്രിയിൽ ഉണ്ടായതും പിറ്റേന്ന് പ്രഭാവത്തിൽ എന്താണ് സംഭവിച്ചത്, രാത്രി കഴിഞ്ഞപ്പോൾ അടുത്ത പ്രഭാതത്തിൽ എന്താണ് സംഭവിച്ചതുള്ള കാര്യം ഞാനിപ്പോൾ വിവരിച്ച് അങ്ങയെ കേൾപ്പിക്കാം. ഗുരുവായൂരപ്പൻ മുമ്പിൽ ഇരിക്കുകയാണല്ലോ, ഗുരുവായൂരപ്പന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മളെ നാരായണ ഭട്ടതിരിപ്പാട്. 50 സ്വഭയോർദ്ധരൂപ ഏകം പരാർത്ഥമതിവൃത്യ ഹി വർത്തതേസോ തത്രാന്ത്യരാത്രി ജനിതാൻ കഥയാമി ഭൂമൻ പഞ്ചാദിനാവതരണേ ച ഭവദ്വിലാസാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. 5-ാമത്തെ ശ്ലോകം. ദിനാവസാനേന സരോജയോനിഹി സുഷുപ്ത കാമസ്ത്വയി സന്നിലില്യേ ജഗന്തി ജദ്വാരം സമയൂസ്തവേദം ഏകാർണവമാസ വിശ്വം. ദിനാവസാനേ സരോജയോനി സുഷുപ്തി കാമസ്ത്വയി സന്നിലില്യേ ജഗന്തി ജദ്വാരം സമേയുഃ തദേകമേകാർണവമാസ വിശ്വം. ദിനാവസാനേന സരോജയോനിഹി സുഷുപ്തി കാമസ്ത്വയി സന്നിലില്യേ ജഗന്തി ജദ്വരമരം തജ്ജൊടരം സംയുസ്തഭേദം ഏകാർണവമാസ വിശ്വം. ജഗന്തി തജ്വരം സമയുഹു സഭേദം ഏകാർണമാസം. ജഗന്തി തജ്ജൊടരം സമയുസ്തം ഏതമേകാർണവ മാസ വിശ്വം. ദിനാവസാനേന സരോജയോനിഹി ദിന അവസാനേ അത സരോജയോനിഹി സുഷുപ്ത കാമഃ ത്വയി സന്നിലില്യേ സുഷുപ്ത കാമഃ ത്വയി സന്നിലില്യേ ജഗന്തി ത ജഡരം സമേഹു ജഗന്തി ച ത്വത് ജഡരം സമേഹു ജഗന്തി ച തത് തത് ജഗന്തി ച ത്വത് ജഡരം സമേഹു അർണവമാസ വിശ്വം. സമേഹു
സമീഹു തവേദം ആർണവം ആസ വിശ്വം തഥാ ഇതം തഥാ ഇതം ഏകാർണവം ആസ വിശ്വം തഥാ ഏകം ഇതം ആകാർണവ ആസ വിശ്വം ദിനാവസാനേത സരോജയോനിഹി സുഷുബ്ധ കാമ സൈ സന്നിലില്യേ ജഗന്തി തത് ജഡനം സമീയുഹു തഥാ ഇതം ഏക ആർണവം ആസ വിശ്വം ജഗന്തി തത് ജഡനം സമീയുഹു തത് ഏതം ഏകാർണവം ആസ വിശ്വം തത് ഏതം ഏകാർണവം ആസ വിശ്വം ദിനാവസാനേന സരോജയോനിഹി സുഷുപ്തികാമ സ്വയി സന്നിലില്യേ ജഗന്തി ജഡനം സമീയുസ്തം ഏതം ഏകാർണവമാസ വിശ്വം തഥാ ഇതം ഏകാർണവമാസ വിശ്വം ദിന അവസാനെ അത സരോജയോനിഹി സുഷുപ്തി കാമ ത്വയി സന്നിലില്യേ ജഗന്തി ജഡനം സമീഹു തഥാ ഇതം ഏക ആർണവം അസ വിശ്വം ദിന അവസാനെ അത സരോജയോനിഹി സുഷുപ്തി കാമ ത്വയി സന്നിലില്യേ ജഗന്തി ജഡനം സമീഹു തഥാ ഇതം ഏക ആർണവം അവാസ വിശ്വം അനന്തര ദിനാവസാനേന സരോജയോനിഹി സുഷുപ്തി കാമ സ്വയി സന്നിലില്യേ ജഗന്തി ജഡനം സമീയുസ്തഭേദമേകാർണവമാസ വിശ്വം അനന്തരം പങ്കജോദ്ഭവനായ ഭഗവാൻ ബ്രഹ്മാവ് കഴിഞ്ഞ പകലിന്റെ അവസാനത്തിൽ വിശ്രമിക്കുവാൻ ആഗ്രഹിക്കുന്നവനായി നിന്തിരുവടിയിൽ വഴിപോലെ ചേർന്ന് ലയിച്ചു. പ്രപഞ്ചം മുഴുവനും അങ്ങയുടെ ഉദരത്തെ പ്രാപിച്ചു. അപ്പോൾ ഈ ജഗത് മുഴുവൻ ജലമയമായി ഭവിച്ചു. അനന്തരം പങ്കജോദ്ഭവനായ ബ്രഹ്മാവ് കഴിഞ്ഞ പകലിന്റെ അവസാനത്തിൽ വിശ്രമിക്കുവാൻ ആഗ്രഹിക്കുന്നവനായി നിന്തിരുവടിയിൽ വഴിപോലെ ചേർന്ന് ലയിച്ചു. പ്രപഞ്ചം മുഴുവനും അങ്ങയുടെ ഉദരത്തെ പ്രാപിച്ചു. അപ്പോൾ ഈ ജഗത് മുഴുവൻ ജലമായി പ്രവഹിച്ചു. അതായത് ബ്രഹ്മാവ് കഴിഞ്ഞ കൽപ്പത്തിന്റെ കഥ പറയാം. ഇനി കഴിഞ്ഞ കൽപ്പത്തിൽ ബ്രഹ്മാവ് എന്ത് ചെയ്തു, കഴിഞ്ഞ ശേഷം എന്ത് ചെയ്തു, അടുത്ത ദിവസം രാവിലെ എന്ത് ചെയ്തു ഞാൻ പറയാമെന്ന് പറഞ്ഞിരിക്കല്ലേ. അപ്പൊ അതിന്റെ തുടക്കമാണത്. അനന്തരം പങ്കജോദ്ഭവനായ ബ്രഹ്മാവ് കഴിഞ്ഞ പകലിന്റെ അവസാനത്തിൽ വിശ്രമിക്കുവാൻ ആഗ്രഹിക്കുന്നവനായി നിന്തിരുവടിയിൽ വഴിപോലെ ചേർന്ന് ലയിച്ചു. പ്രപഞ്ചം മുഴുവനും അങ്ങയുടെ ഉദരത്തെ പ്രാപിച്ചു. അപ്പോൾ ഈ ജഗത് മുഴുവൻ ജലമയമായി പ്രവിച്ചു. അതായത് മുഴുവൻ പ്രളയമായി ഭവിച്ചു. ആറാമത്തെ ശ്ലോകം. തവൈവ വേഷേ ഫണിരാജിശേഷേ ജലേകശേഷേ ഭുവനേശ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗനിദ്ര പരിമുദ്രിതാത്മാ. തവൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേശ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗനിദ്ര പരിമുദ്രിതാത്മാ. തവൈവ വേഷേ ഫണിരാശിശേഷേ ജലൈകശേഷേ ഭുവനേശ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗനിദ്ര പരിമുദ്രിതാത്മാ. തവ ഏവ വേഷേ ഫണിരാജി ശേഷേ തവ ഏവ വേഷേ ഫണിരാജി ശേഷേ ജല ഏക ശേഷേ ഭുവനേശ്മശേഷേ തവ ഏവ ശേഷേ ഫണിരാജി തവ ഏവ വേഷേ ഫണിരാജി ശേഷേ ജലേക ശേഷേ ഭുവനേശ്മശേഷേ തവൈവ വേഷേ ഫണിരാജി ശേഷേ ജലേക ശേഷേ ഭുവനേശ്മ ശേഷേ ആനന്ദ സാന്ദ്രാനുഭവ സ്വരൂപ ആനന്ദ സാന്ദ്ര അനുഭവ സ്വരൂപ. സ യോഗനിദ്ര പരിമുദ്രിതാത്മാ. സ യോഗനിദ്ര പരിമുദ്രിതാത്മാ. തവ ഏവ വേഷേ ഫണിരാജി ശേഷേ ജലൈക ശേഷേ ഭുവനേശ്വ ശേഷേ ആനന്ദ സാന്ദ്രാനുഭവ സ്വരൂപ സ്വയോഗ നിദ്ര പരിമുദ്രിതാത്മാ. തവൈവ വേഷേ ഫണിരാജി ശേഷേ ജലൈക ശേഷേ ഭുവനേശ്വ ശേഷേ ആനന്ദ സാന്ദ്രാനുഭവ സ്വരൂപ സ്വയോഗ നിദ്ര പരിമുദ്രിതാത്മാ. ലോകം ജലമാത്രവശേഷമായി തീർന്നപ്പോൾ ആനന്ദത്തിന്റെ പരിപൂർണ അനുഭവമാകുന്ന സ്വരൂപത്തോടുകൂടിയ നിന്തിരുവടി തന്റെ യോഗനിദ്ര കൊണ്ട് അടയാളപ്പെട്ട രൂപവിഭവത്തോടു കൂടിയവനായിട്ട് അങ്ങയുടെ തന്നെ സ്വരൂപാനന്തരമായിരിക്കുന്ന സർപ്പശ്രേഷ്ഠനായ ആദിശേഷനിൽ ശയിച്ചു. ലോകം ജലമാത്ര ശേഷമായി തീർന്നപ്പോൾ ആനന്ദത്തിന്റെ പരിപൂർണമായ അനുഭവമാകുന്ന സ്വരൂപത്തോടു കൂടിയ നിന്തിരുവടി തന്റെ യോഗനിദ്ര കൊണ്ട് അടയാളപ്പെട്ട രൂപവിഭാവത്തോടു കൂടിയവനായിട്ട് അങ്ങയുടെ സ്വരൂപാനന്തരമായിരിക്കുന്ന സർപ്പശ്രേഷ്ഠനായ ആദിശേഷനിൽ ശയിച്ചു.
തിരുവനന്തപുരത്ത് അനന്തപത്മനാഭസ്വാമി കോവിലിൽ ആ കിടക്കുന്ന കിടപ്പ് കാണണം. അതാണ് ഈ പറയുന്ന കിടപ്പ്. അത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനത്തെ ഈ രൂപമാണ് നമുക്ക് തോന്നുന്നത്. ആ പ്രളയത്തിൽ അങ്ങനെ അങ്ങനെ ലയിച്ചു കിടക്കുന്ന ഭഗവാനെയാണ് നമ്മൾ കാണുക. ലോകം ജലമാത്ര ശേഷമായി തീർന്നപ്പോൾ ആനന്ദത്തിന്റെ പരിപൂർണമായ അനുഭവമാകുന്ന സ്വരൂപത്തോടു കൂടിയ നിന്ദ്രപടി തന്റെ യോഗനിദ്ര കൊണ്ട് അടയാളപ്പെട്ട വിഭവത്തോടു കൂടിയവനായിട്ട് അങ്ങയുടെ സ്വരൂപാന്തരമായിരിക്കുന്ന സർപ്പശ്രേഷ്ഠനായ ആദിശേഷനിൽ ചെയ്യിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനിഃ അനന്തഭൂമാം അമരോഗരാശിം നിരുന്തിവാതാലയവാസവൃഷ്ണോ. ഇതോടെ ഈ അധ്യായം ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഇന്നത്തെ എട്ടാം ദശകം പ്രളയവും സൃഷ്ടിയുമാണ് ഇവിടെ അവതരിപ്പിച്ചത്. ആദ്യത്തെ 6 ശ്ലോകങ്ങളാണ് അവതരിപ്പിച്ചത്. ഇന്നത്തെ ഈ പാരായണവും അർത്ഥാവതരണവും നടത്തിയ ഏറെ ബഹുമാനപ്പെട്ട അയ്യർ സാറിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമഃ.